ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത് രാത്രിയിൽ നിങ്ങളോട് ചേർന്നായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്കും നൽകിയ വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. കാൽവറി ഫെലോഷിപ്പ് ചർച്ച് മസ്കറ്റ് സഭയുടെ ആത്മീക ശുശ്രൂഷകൾക്കായിട്ട് ദൈവമാക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ സാബു പോൾ അവറുകൾക്കും ഈ സഭയുടെ കമ്മിറ്റിക്കും ഈ വെർച്വൽ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന അനുഗ്രഹീതരായ എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതിന് മുഖാന്തരമായത് എൻ്റെ വാത്സല്യ സഹോദരൻ ദാൻ അവറുകളാണ്. അദ്ദേഹത്തോടും എനിക്കുള്ള ഹൃദയംഗമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദൈവമക്കൾ ഒരുമിച്ച് മസ്കറ്റിൽ കൂടി ആരാധിക്കുന്ന ഒരു ദൈവസഭയാണ് ഈ ദൈവസഭ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഈ സഭയിൽ കടന്നു വരുന്നതിന് മുൻപ് ശുശ്രൂഷിച്ച സഭ എറണാകുളം ജില്ലയിലുള്ള സൗദിയിലുള്ള ദൈവസഭയാണ്. ആ സഭയിലെ ഒരംഗം ചില നാളുകൾ നിങ്ങളോട് ചേർന്ന് ആരാധിച്ചിരുന്നു. ഞങ്ങളുടെ വാത്സല്യ സഹോദരി ജോയ്സ്. ആ കുടുംബം നിങ്ങളോടുകൂടെ ആരാധനയിൽ പങ്കെടുത്തത് ഓർക്കുകയും നിങ്ങളെക്കുറിച്ചുള്ള നല്ല അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ചത് സ്മരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ യോഗത്തിൽ ഒരവസരം നൽകിയതിൽ നിങ്ങളോട് നന്ദി പറയുകയും തുടർന്നുള്ള അല്പസമയം എനിക്ക് നൽകിയിരിക്കുന്ന സമയത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവെ എന്നെ ഏൽപ്പിച്ച ഒരു ദൈവദിന ഭാഗം നാം ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് പോകുകയാണ്. സാധാരണമായി സഭാ ഹാളിൽ ഫിസിക്കലായി ഒരു യോഗം നടത്തുമ്പോഴുള്ള ആത്മീക അന്തരീക്ഷവും അതിൻ്റെതായ ഭാഗങ്ങളും ഒക്കെ ദൈവമക്കൾക്ക് അറിവുള്ളതാണല്ലോ. എന്നാൽ ഞാൻ ഈ ലോക്ക്ഡൗണിന്റെ സമയത്ത് നിരവധി സഭകളുടെ ആത്മീക ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ചില സഭകളുടെ ആത്മീക ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ വിദൂരതകളിലാണ് ഇരിക്കുന്നതെങ്കിലും ആത്മാവിന്റെ ഒരു നിയോഗവും സാന്നിധ്യവും ശുശ്രൂഷയിൽ അതിൻ്റെതായ ആത്മപ്രകാശനവും ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്ത് ആയിരിക്കാം, നിങ്ങൾ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാതെ പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സ്ഥലകാല വ്യത്യാസമില്ലാതെ നമ്മെ അനുഗ്രഹിപ്പാനും നമ്മോട് സംസാരിക്കാനും കഴിയുമെന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ യോഗങ്ങളുടെ നോട്ടീസ് ഞാൻ കണ്ടിരുന്നു. അതിൽ അനുഗ്രഹിതരായ പല ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നതായി ഞാൻ കണ്ടു. എനിക്ക് വളരെ പരിചിതരായ ചിലരുകൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ആ പ്രഗത്ഭരായ ദൈവദാസന്മാരുടെ വചന ശുശ്രൂഷയുടെ ഇടയിൽ ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്ന ചില ദൂതുകൾ പങ്കുവെക്കുമ്പോൾ 2020 ഒടുവിൽ ദൈവശബ്ദമായി അത് പരിണമിക്കട്ടെ എന്നും 2021 കാൽച്ചുവടുകൾ വെക്കുമ്പോൾ 2020 പ്രതിസന്ധിയുള്ള ഒരു വർഷം മുൻപിൽ വന്നാലും ജയത്തോടെ നടത്താൻ കരുത്തുള്ള കർത്താവാണ് എൻ്റെ ദൈവം എന്നുള്ള ബോധ്യത്തോടുകൂടെ ആ ദൈവത്തെ അമിതമായി സ്നേഹിപ്പാൻ, ആരാധിപ്പാൻ, കൃപ പ്രാപിച്ചു നിൽപ്പാൻ ദൈവമക്കൾക്ക് കൃപ നൽകട്ടെ എന്നു ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായി ഒരു വേദഭാഗം ഇവിടെ വായിക്കുന്നു. കർത്താവിന്റെ ദാസി എൻ്റെ വൈഫ് ഇവിടെ എന്നോടുകൂടെയുണ്ട്. കർത്തൃദാസി ദൈവവചന വായനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. എബ്രായ ലേഖനം 6-ാം അധ്യായം 12-ാമത് വാക്യം. എബ്രായ ലേഖനം 6-ാം അധ്യായം 12-ാമത് വാക്യം. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയായും
വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. ഈ ദൈവവചന ഭാഗത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ ഓൺലൈൻ മീറ്റിംഗിന്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ടും അതിൻ്റെ സമയദൈർഘ്യം മനസ്സിലാക്കിക്കൊണ്ടും നിങ്ങൾ എന്നോട് ചേർന്ന് വരണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. നിങ്ങളോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു സന്ദേശം, അതിനൊരു കുറിവാക്യമാണ് ഇവിടെ വായിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ പ്രസംഗ വിഷയത്തിൻ്റെ ടോപ്പിക്ക് വാഗ്ദത്തങ്ങളെ അവകാശമാക്കുക എന്നുള്ളതാണ്. ഒരു ബിബ്ലിക്കൽ സ്റ്റഡി എന്നതുപോലെ നാം ഈ ദൈവദിനത്തിലൂടെ പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വാഗ്ദത്തങ്ങളെ അവകാശമാക്കുക. എബ്രായ ലേഖനത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. നീണ്ട 15 വർഷം യേശുക്രിസ്തുവിനെ ആരാധിച്ചും സേവിച്ചും പോയ ഒരു ജനത 15 വർഷം കഴിഞ്ഞിട്ടും വിശ്വാസ ജീവിതത്തിന്റെ ഉറപ്പോ സ്ഥിരതയോ ഇല്ലാതെ പിന്മാറ്റത്തിന്റെ അനുഭവങ്ങളിലേക്ക് പോകുമ്പോൾ അനുഗ്രഹീതനായ ദൈവദാസൻ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിന് എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. പഴയകാല ആരാധനയുടെയും പഴയകാല പാരമ്പര്യങ്ങളുടെയും സ്വാധീനത 15 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരെ പിടിച്ചു പുറകിലോട്ട് വലിക്കുമ്പോൾ പഴയ ആരാധനയേക്കാൾ, പഴയ പാരമ്പര്യങ്ങളെക്കാൾ, പഴയതിൽ കണ്ട ആളുകളെക്കാൾ മികച്ചവനും ശ്രേഷ്ഠനും സത്യവാനുമാണ് നാം ആരാധിക്കുന്ന യേശു ക്രിസ്തു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ആത്മാവിൽ എഴുതുന്ന ലേഖനമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. ആ ലേഖനങ്ങളുടെ വിശദീകരണങ്ങളിലേക്ക് നാം പോകുന്നില്ല. ഇവിടെ നാം വായിച്ച 6-ാമത് അധ്യായം, അതിന്റെ 12-ാമത് വാക്യം, ആ വാക്യം വളരെ പ്രസക്തമായ ഒരു വാക്യമാണ്. ആ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് എഴുതുന്നത്: അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികൾ ആയി തീരും. ഈ സബ്ജക്റ്റിൽ ടോപ്പിക് 1, ആർക്കാണ് വാഗ്ദത്തം ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അതിനു മുൻപ് എന്താണ് വാഗ്ദത്തം എന്നുള്ളതും നമുക്ക് ചിന്തിക്കാം. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ എല്ലാവരും തന്നെ ദൈവവചനത്തിലൂടെ, ദൈവിക ശുശ്രൂഷകളിലൂടെ, പ്രവചന ശബ്ദങ്ങളിലൂടെ വാഗ്ദത്തങ്ങൾ ലഭിച്ച ആളുകളാണ്. വാഗ്ദത്തം ലഭിക്കാത്ത ആരും ദൈവസഭയുടെ അകത്തില്ല. ദൈവം ചില വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ് തൻ്റെ മക്കളെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുന്നത്. എന്താണ് വാഗ്ദത്തം? 1, 2 പാർട്ടായിട്ട് ആ ചോദ്യത്തിന് ഉത്തരം നൽകാം. ഒന്നാമത്തേത്, ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന ഭാവി അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള മുൻകൂട്ടി പ്രഖ്യാപനമാണ് വാഗ്ദത്തം എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന ഭാവി അനുഗ്രഹങ്ങളുടെ മുൻകൂട്ടിയുള്ള വാഗ്ദാനമാണ് വാഗ്ദത്തം എന്ന് പറയുന്നത്. രണ്ടാമത്, അതിപ്രധാനമായ ഒരു വാഗ്ദത്തമുണ്ട്. അത് എന്താണ്? യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവും ദൈവജനത്തിന്റെ പുനരാഗമനവുമാണ്. ആ വാഗ്ദത്തത്തെക്കാൾ വലുതായി മറ്റൊരു വാഗ്ദത്തത്തെയും ദൈവമക്കൾ കാണരുത്. ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം
ഞാൻ ഇരിക്കുന്ന ഇടത്തു നിങ്ങളെയും ഇരുത്താം എന്നുള്ളതാണ്. ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്നുള്ളതാണ്. പിന്നെയും നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നുള്ളതാണ്. അതുകൊണ്ട് വാഗ്ദത്തം ലഭിച്ച എല്ലാ ദൈവമക്കളും കരം ഉയർത്തിയൊന്ന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട് ഈ വചനത്തിന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് നിയോഗം നൽകുന്നത് പോലെ പ്രവേശിക്കുകയാണ്. ഒന്ന്, ആർക്കാണ് ദൈവം വാഗ്ദത്തം നൽകുന്നത്? ദൈവം വാഗ്ദത്തം നൽകുന്നത് കഷ്ടത അനുഭവിക്കുന്ന ദൈവജനത്തിലാണ്. ഞാൻ ഒന്നുകൂടെ ലളിതമായിട്ട് പറയാം. നിങ്ങൾ കഷ്ടതയിലൂടെയാണോ പോകുന്നത്? വേദനകളിലൂടെയാണോ പോകുന്നത്? ജീവിതം ആകപ്പാടെ കുടഞ്ഞു മറിഞ്ഞു കിടക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഈ ജീവിത സാഹചര്യത്തിൽ വീർപ്പ് മുട്ടിയിട്ട് വല്ലാതെ ദൈവത്തോടും നിങ്ങൾ നിലവിളിക്കുന്നെങ്കിൽ നിങ്ങളോടാണ് ദൈവത്തിന് ചില വാഗ്ദാനങ്ങൾ പറയാനുള്ളത്. മിസ്രയീമിൽ എത്തപ്പെട്ട ഇസ്രായേൽ ജനം കഷ്ടതയുടെ കയ്പുനീരിന്റെ അനുഭവത്തിലൂടെ കടന്നുപോകുകയായിരുന്നു. വൈക്കോൽ കിട്ടാനില്ല. ആവശ്യപ്പെടുന്ന ഇഷ്ടിക തയ്യാറാക്കി കൊടുക്കേണ്ട ഫറവോന്റെ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ ആ ജനം കടന്നുപോകുകയായിരുന്നു. വേദനാജനകമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആ ദൈവജനത്തോടാണ് പാലും തേനും ഒഴുകുന്ന ദേശത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദാനം ദൈവം നൽകിയത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ കഷ്ടത ആരും കാണുന്നില്ലെന്നും നിങ്ങളുടെ വേദന ആരും കാണുന്നില്ലെന്നും നിങ്ങളുടെ നിലവിളി ആരും കേൾക്കുന്നില്ലെന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം പറയാൻ, ഞാൻ എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു. ഇന്നു രാത്രി നിന്റെ വേദന കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കഷ്ടത കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം പറയാ, ഞാൻ നിന്റെ കഷ്ടത കണ്ടു. ഇനി നമ്മുടെ കർത്താവ് കഷ്ടത കണ്ടാൽ ഉള്ള കാര്യം എന്താണെന്നറിയാമോ? ഗുണം എന്താണെന്നറിയാമോ? കഷ്ടത കണ്ടേച്ച് പോകത്തില്ല. കഷ്ടത കണ്ടാൽ മോശയോട് ദൈവം പറയാ, ഞാൻ അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. കഷ്ടതയുടെ നടുവിൽ കഴിയുന്ന ദൈവം ഇതെന്നോട് ഇന്ന് പകൽ കർത്താവിന് പറയാനുള്ളത്, അവൻ നിന്റെ കഷ്ടത കണ്ടാൽ നിന്റെ വിടുവിപ്പാൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. കഷ്ടതയുടെ നടുവിൽ ഇസ്രായേലിനെ കഷ്ടത കണ്ട കർത്താവ് വിടുവിപ്പാൻ ഇറങ്ങി വന്നു. അതേ പ്രിയമുള്ളവരെ, ആ കഷ്ടതയുടെ നടുവിൽ തന്റെ ജനത്തോട് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ് കനാൻ നാടിനെ കുറിച്ചുള്ള വാഗ്ദത്തം. അങ്ങനെയാണെങ്കിൽ ഇന്നു രാത്രി ദൈവം സഞ്ചരിക്കുന്ന ദൈവവൈതൽ ആർക്കാണ് വാഗ്ദത്തം ലഭിക്കുന്നത്? കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിനാണ് വാഗ്ദത്തം ലഭിക്കുന്നത്. നിങ്ങൾ വേദനയിലാണോ? നിങ്ങൾ പ്രശ്നത്തിലാണോ? നിങ്ങൾ പ്രതികൂലങ്ങളിലാണോ? ഇന്നു രാത്രി ദൈവാത്മാവിന് നിങ്ങളോട് പറയാനുള്ളത്, ചില വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. രണ്ട് വാഗ്ദത്തം ആർക്കാണ്? രണ്ട് വാഗ്ദത്തം ലഭിക്കുന്നത് പ്രാർത്ഥിക്കുന്നവർക്കാണ്. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് വാഗ്ദത്തം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. യാബോക്ക് കടവിങ്കൽ എത്തിയ യാക്കോബിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ യാബോക്ക് കടവിങ്കല് അവൻ ഏകനായി എല്ലാറ്റിനെയും അക്കരെ കടത്തിയിരിക്കുകയാണ്. അവൻ അവിടെ മുട്ടിന്മേൽ ഇരിക്കുന്നു, കണ്ണുനീരോടെ യാചിക്കുന്നു, ദൈവത്തോട് കരയുന്നു. അവന്റെ കരച്ചിലിന്റെ വാചകം തിരുവെടുത്ത് പറയുന്നത്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. കണ്ണുനീരോടെ ദൈവസന്നിധി പ്രാർത്ഥിച്ച ആ ഭക്തന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇനി നിന്റെ പേര് ഇസ്രായേൽ എന്നാകും. കഷ്ടത അനുഭവിക്കുന്നവനോട് ദൈവത്തിന് ചില വാഗ്ദാനങ്ങളുണ്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവനോട് ദൈവത്തിന് ചില വാഗ്ദാനങ്ങളുണ്ട്. 2020 ഒടുവിലത്തെ ചില ദിവസങ്ങൾ സഭയായി ദൈവസന്നിധി വേർതിരിച്ച് കരഞ്ഞു ഉപവസിച്ചും ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവം ഇതെന്നോട് ഈ രാത്രി ദൈവാത്മാവിന് പറയാനുള്ളത്,
ആർക്കും ഇന്നുവരെയും ലഭിച്ചിട്ടില്ലാത്ത, ആരും ഇന്നുവരെയും കേട്ടിട്ടില്ലാത്ത ചില വാഗ്ദത്തങ്ങൾ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. ആർക്ക്? കഷ്ടത അനുഭവിക്കുന്നവർക്ക്, ആർക്ക്? പ്രാർത്ഥിക്കുന്നവർക്ക്. എന്തുണ്ടെന്നറിയാമോ? വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം ഒരിക്കലെങ്കിലും പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഈ യോഗത്തിലായിരിക്കാൻ ഞാൻ ദൈവാത്മാവിൽ ഓർമ്മിപ്പിക്കുന്നു. ഇനിയും വാഗ്ദത്തങ്ങൾ ലഭിച്ചവരാണ് എല്ലാവരും. ചില വിഷയങ്ങൾ കൂടി വേഗത്തിൽ പറയേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് എത്രയോ വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട നാട് മുതൽ ഇന്ന് വരെയുള്ള ജീവിതയാത്രയുടെ നടുവിൽ ആത്മീക വഴിത്താരയിൽ നമ്മോട് പറഞ്ഞിട്ടുള്ള ദൈവത്തിന്റെ ദൂതുകൾ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഓർത്തെടുക്കാൻ പരിശുദ്ധാത്മാവ് ഇന്നു രാത്രി ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് പറയാൻ എനിക്ക് നിയോഗം ലഭിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന വാഗ്ദത്തം ലഭിച്ച ദൈവ പൈതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. പല ആളുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വാഗ്ദത്തം കിട്ടിയിട്ട് കാലം കുറയായി പാസ്റ്ററെ, ഇന്ന് വരെ വാഗ്ദത്തം ഒന്നും നിറവേറിയിട്ടില്ല എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, കാത്തിരിക്കുന്ന ചില ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ വാഗ്ദത്തം ലഭിച്ച ഒരാൾ എന്തു ചെയ്യണം എന്നുള്ളത് നമുക്ക് അല്പസമയം ഒന്ന് ചിന്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ അതിന് ആധാരമായിട്ട് നമുക്ക് ദൈവവചനത്തിലേക്കൊന്ന് വരാം. ആദ്യമായിട്ട് ദൈവം വാഗ്ദത്തം നൽകുന്നത് ആർക്ക് എന്നുള്ളതില് ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. 1 കൊരിന്ത്യ ലേഖനം 2-ാമത് അധ്യായം അതിന്റെ 9-ാമത് വാക്യം. 1 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം 9-ാമത് വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. 3 വാഗ്ദത്തം ലഭിക്കുന്നത് ആർക്ക്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. കുഞ്ഞെ, ക്രിസ്തീയ ജീവിതത്തിന് ഇറങ്ങി തിരിച്ചിട്ട് ദൈവത്തോടുള്ള നിന്റെ സ്നേഹം കുറഞ്ഞോ കൂടിയോ? അനുദിന ജീവിതത്തിൽ കർത്താവിനോടുള്ള സ്നേഹം ദിനംതോറും വർദ്ധിച്ചു വരുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനോടുള്ള സ്നേഹം ഓരോ ദിവസവും വർദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുക, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ചിലതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരുക്കി വെച്ച കാര്യങ്ങളാണ് വാഗ്ദത്തമായി പുറത്തു വരുന്നത് എന്ന് ഓർക്കണം. 3 പോയിന്റാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 1, വാഗ്ദത്തം ലഭിക്കുന്നത് കഷ്ടത അനുഭവിക്കുന്നവർക്ക്. 2, വാഗ്ദത്തം ലഭിക്കുന്നത് പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർക്ക്. 3, വാഗ്ദത്തം ലഭിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ഞാനിവിടെ നിന്നുകൊണ്ട് ഈ ചിന്ത തുടരുന്നു. നമുക്ക് മുൻപോട്ട് വരാം. 2 കൊരിന്ത്യ ലേഖനം 7-ാമത് അധ്യായം അതിന്റെ 1-ാമത് വാക്യം. ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവര്, കയ്യിലുള്ളവരെ ഒന്ന് തുറന്നു നോക്കണം ഈ വാക്യങ്ങൾ. 2 കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായം 1-ാമത് വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട്, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഈ ദൈവവചന ഭാഗം ദൈവമക്കൾക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഈ ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട്. വാഗ്ദത്തം ലഭിച്ച ദൈവപൈതൽ സാധാരണക്കാരനെ പോലെ ജീവിക്കരുത്. വാഗ്ദത്തം ലഭിച്ച ദൈവപൈതൽ അലസനാകരുത്. സ്തോത്രം. വാഗ്ദത്തം ലഭിച്ച ദൈവപൈതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരിശുദ്ധാത്മാവ് പറയുക, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയാം.
വാഗ്ദത്തം ലഭിച്ച ദൈവ പൈതൽ ആ വാഗ്ദത്ത നിവർത്തിക്കു വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം ദൈവഭയത്തിൽ, സ്തോത്രം സ്തോത്രം, വിശുദ്ധിയെ തികയ്ക്കണം. ഞാൻ ലളിതമായി നിങ്ങളോട് പറയാം, ദൈവം നിങ്ങൾക്കൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിശുദ്ധിക്കു നേരെ ആർക്കുമില്ലാത്ത ചില പോരാട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവ പൈതൽ അറിഞ്ഞിരിക്കണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, നിങ്ങൾക്ക് ദൈവം ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്ത നിവർത്തിയിലേക്ക് നിങ്ങൾ നടന്നെടുക്കുമ്പോൾ നിങ്ങൾക്ക് നേരിടുന്ന ഏറ്റവും വലിയ പോരാട്ടം വിശുദ്ധിയുടെ നേരെയുള്ള പോരാട്ടമാണ്. എന്തുകൊണ്ടാണ്? ഈ വാഗ്ദത്തം നിങ്ങളുടെ മേൽ വീണപ്പോൾ, ആ വാഗ്ദത്ത നിവർത്തിക്കു വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ വിശുദ്ധിയെ നിങ്ങൾ സൂക്ഷിച്ചോണം. ഇല്ലെങ്കിൽ ആ വാഗ്ദത്തം നിങ്ങളിൽ നിന്ന് മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടെ ലളിതമായി അതിനെ വിശദീകരിക്കാൻ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയുകയാണ്. അത് മറ്റാരും തന്നെയല്ല, യോസഫ് എന്ന് പറയുന്ന മനുഷ്യനാണ്. യോസഫിനെ അറിയാത്ത ആരും ഈ യോഗത്തിലില്ല. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും വേദപുസ്തകത്തിലെ സുപരിചിതമായ കാര്യങ്ങളാണ്. ഈ രാത്രി അത് പറയാനാണ് എനിക്ക് നിയോഗം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം. യോസഫ് അപ്പന്റെ സ്നേഹപുത്രനായി വീട്ടിൽ താൻ കഴിഞ്ഞു വരവേ ഒരു സ്വപ്നം, വാഗ്ദത്തം തന്റെ മേൽ വെളിപ്പെടുകയാണ്. ആ വീട്ടിൽ ആരും കണ്ടിട്ടില്ലാത്ത വാഗ്ദത്തം അവന് ലഭിച്ചു. ഇന്ന് പകലിൽ അസാധാരണമായ ചില ദൈവശബ്ദം, അസാധാരണമായ ചില ദൈവിക ദർശനങ്ങൾ, ആരും കാണാത്ത ചില കാഴ്ചകൾ നിന്റെ മുൻപിൽ നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ആരും കടന്നു പോകാത്ത ചില പോരാട്ടങ്ങളിലൂടെ, ആരും കടന്നു പോകാത്ത ചില പ്രശ്നങ്ങളിലൂടെ നീ കടന്നുപോയേ മതിയാകൂ എന്ന് നീ മനസ്സിലാക്കണം. അവൻ ആ സ്വപ്നം അപ്പനോട് പറഞ്ഞു, ആ സ്വപ്നം സഹോദരന്മാരോട് പറഞ്ഞു. സംഭവിച്ചതെല്ലാം ദൈവമക്കൾക്കറിയാം. അവൻ പൊട്ടക്കുഴിയിൽ വീണു. എന്തുകൊണ്ടാണ് അവൻ പൊട്ടക്കുഴിയിൽ വീണത്? ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, അവന് ഒരു വാഗ്ദത്തം വീണത് കൊണ്ടാണ് അവൻ പൊട്ടക്കുഴിയിൽ പോകേണ്ടി വന്നത്. അവനൊരു വാഗ്ദത്തം വീണത് കൊണ്ടാണ് അവൻ അടിമച്ചന്തയിൽ നിൽക്കേണ്ടി വന്നത്. അവനൊരു വാഗ്ദത്തം വീണത് കൊണ്ടാണ് പൊത്തിഫേറിന്റെ വീട്ടിൽ അടിമയായി പാർക്കേണ്ടി വന്നത്. അവനൊരു വാഗ്ദത്തം വീണത് കൊണ്ടാണ് അവൻ കാരാഗ്രഹത്തില് ഒരു ജയിൽ പുള്ളിയായി കഴിയേണ്ടി വന്നത്. ജീവിതത്തിലെ അസാധാരണ സംഭവങ്ങൾ എന്തിനാണെന്നറിയാമോ? ദൈവം വാഗ്ദത്തങ്ങളിലേക്ക് നടത്തുന്ന വഴികളാണ്. വാഗ്ദത്തം നല്ലതാണെങ്കിലും വാഗ്ദത്തത്തിലേക്കുള്ള വഴികൾ അല്പം തീഷ്ണതയും വേദനയും ഉള്ളതാണ് എന്ന് ഇന്നു രാത്രി യോഗത്തിൽ തിരിച്ചറിവുള്ള എത്ര ദൈവമക്കളുണ്ട്. വാഗ്ദത്തത്തിൽ സന്തോഷിക്കുന്നതോടൊപ്പം ദൈവമേ, അങ്ങ് പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് ഞാൻ നടന്നെടുക്കാനുള്ള എന്റെ വഴിത്താരയില് ഞാൻ അനുഭവിക്കേണ്ടതിനെ എല്ലാം അനുഭവിക്കാനും ജയിക്കാനുമുള്ള ദൈവകൃപ എനിക്ക് തരണമേ എന്ന് ഇന്നു രാത്രി എത്ര ദൈവമക്കൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, ആരും കാണാത്ത സ്വപ്നം നീ കണ്ടിട്ടുണ്ടെങ്കിൽ ആരും കാണാത്ത ചില പ്രതിസന്ധികൾ കൂടെ നീ അനുഭവിക്കാനുണ്ട്. സ്വപ്നം കണ്ടപ്പോൾ ഈ സാഹചര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ആ വാഗ്ദത്തത്തിന്റെ പിൻപിൽ ഈ വഴിത്താരയെല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വാഗ്ദത്തങ്ങളുടെ വഴി പട്ടുമെത്തയല്ല. വാഗ്ദത്തങ്ങളുടെ വഴി അത്ര സുഖമുള്ളതല്ല. വാഗ്ദത്തങ്ങളുടെ വഴി അത്ര എളുപ്പമുള്ളതല്ല. വാഗ്ദത്തം ലഭിക്കുന്നത് ഈസിയല്ല. ചില ആളുകൾ ദൂത് പറഞ്ഞിട്ടുണ്ട്, വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് നടന്നോളും എന്ന് പറഞ്ഞ് അലസരാവുകയാണ്. ഇന്നു രാത്രി ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, വാഗ്ദത്തം ലഭിച്ചവന് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. വാഗ്ദത്തം ലഭിച്ചവൻ ചില ഗൗരവബോധത്തിലേക്ക് വരേണ്ട കാര്യമുണ്ട്. എന്താ? ജീവിതത്തിന്റെ ഗൗരവം അവൻ ഉൾക്കൊള്ളണം. ആരും കടന്നു പോകാത്ത വഴിയിലൂടെ നീ കടന്നു പോകുന്നു എങ്കിൽ, ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ചില വാഗ്ദത്തത്തിന്റെ നിവർത്തിയിലേക്ക്
നീ വരാനുണ്ട് എന്നുള്ളതാണ് അത് വെളിപ്പെടുത്തുന്നത്. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പം ഇങ്ങനെ യോസഫ് മുൻപോട്ട് പോവുകയാണ്. ഈ മുൻപോട്ട് പോകുന്ന വഴിത്താരയിൽ അവൻ ഏറ്റവും അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പോത്തിഫേറിന്റെ വീട്ടിൽ അവൻ അനുഭവിച്ചതാണ്. ഈ വെർച്വൽ മീറ്റിംഗിൽ വന്ന ദൈവമക്കൾ ഈ സാഹചര്യങ്ങളെല്ലാം അറിയുന്നത് കൊണ്ടും പല പ്രായത്തിലുള്ള പ്രിയപ്പെട്ടവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ടും വിശദീകരണങ്ങൾ കൂടാതെ ഞാൻ അത് ഒരൊറ്റ വാക്കിൽ പറഞ്ഞു വിടുകയാണ്. എന്താ ആ വീട്ടിൽ സംഭവിച്ചത്? പോത്തിഫേറിന്റെ ഭാര്യയുടെ കണ്ണ് അവന്റെ മേൽ പതിഞ്ഞു. അവന്റെ വിശുദ്ധിയുടെ നേരെ ഒരു ചോദ്യം വന്നു. എന്താ അവന്റെ വിശുദ്ധിക്ക് നേരെ ചോദ്യം വന്നതിന്റെ കാരണം? നീ വാഗ്ദത്തത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണെന്ന് പൈശാചിക ശക്തികൾക്ക് അറിയാവുന്നത് കൊണ്ട് ദൈവം നിന്റെ മേൽ ഇട്ടിരിക്കുന്ന വാഗ്ദത്തം നിറവടിയായി നിവർത്തിക്കാതിരിക്കേണ്ടതിനും നിന്നെ വഴിയിൽ തകർക്കേണ്ടതിനും വാഗ്ദത്തം നടക്കത്തില്ലെന്ന് വെല്ലുവിളിക്കേണ്ടതിനും പൈശാചിക ശക്തികൾ ഒരുക്കിയ ഒരു മണ്ഡലമാണ് പോത്തിഫേറിന്റെ വീട്ടിലെ വിശുദ്ധിക്ക് നേരെയുള്ള പോരാട്ടം. ഇന്ന് പകലിൽ വിശുദ്ധിയുടെ നേരെ ഒരു പോരാട്ടം ഉണ്ടെങ്കിൽ വാക്കിലോ നോട്ടത്തിലോ പ്രവൃത്തിയിലോ ജീവിതചര്യകളിലോ സ്വഭാവ സവിശേഷതകളിലോ ഇന്നു രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചിലരോടൊക്കെ ഇടപെടുന്നു. രഹസ്യ ഭാഗങ്ങളിലോ പരസ്യ യോഗങ്ങളിലോ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. നിന്റെ വിശുദ്ധിക്ക് നേരെ പോരാട്ടം ഉണ്ടെങ്കിൽ നീ അറിയണം, ജയിച്ചില്ലെങ്കിൽ വാഗ്ദത്തം നഷ്ടപ്പെട്ടു പോകും. വാഗ്ദത്തത്തെ മാത്രം നോക്കിക്കൊണ്ടിരിക്കല്. വാഗ്ദത്തത്തിനെതിരെ വിശുദ്ധിക്ക് നേരെ പോരാട്ടമുണ്ട്. നിന്നെ തകർക്കാൻ ശത്രു നോട്ടമിട്ടിട്ടുണ്ട്. നിന്നെ ഇല്ലാതെയാക്കാൻ ശത്രു നോട്ടമിട്ടിട്ടുണ്ട്. നിന്നെ വീഴിപ്പാൻ ശത്രു നോട്ടമിട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ മുൻപിൽ നിനക്കെതിരെ വാദഗതികൾ നടത്താൻ ചില വീഴ്ചകൾ നിന്നിൽ വരുത്തേണ്ടതിന്, നിന്നെ തകർക്കാൻ, ആത്മീക വിഷയങ്ങളിൽ ഇല്ലാതെയാക്കാൻ ശത്രു ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്നു രാത്രി ദൈവത്തിന്റെ ആത്മാവിനും നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിന് നേരെ വരുന്ന വിശുദ്ധിയുടെ വെല്ലുവിളികളെ ദൈവമക്കൾ തിരിച്ചറിയണം. ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ, വാഗ്ദത്തം ലഭിച്ചവന്റെ വിശുദ്ധിക്ക് നേരെ ശക്തമായ പോരാട്ടമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ദൈവം ഇതിലെ? ഈ രാത്രി ഇത് തിരിച്ചറിഞ്ഞിട്ട് വേണം ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ ശക്തി പ്രാപിക്കാൻ. ആർക്കും ഇല്ലാത്ത ചില പോരാട്ടങ്ങൾ, വിട്ടുമാറാത്ത ചില പാപ സ്വഭാവങ്ങൾ, പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും ദൈവദാസന്മാരുമായി പങ്കുവെച്ചിട്ടും നിങ്ങളെ വിട്ടുപോകാത്ത ചില പോരാട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നേരെ ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ വാഗ്ദത്തം നിവർത്തിക്കത് തടസ്സമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് കർത്താവെ ജയിക്കാൻ കൃപ തരണമേ എന്ന് പറയാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോസഫിന് ഒരു ബോധ്യം ഉണ്ടായിരുന്നു. എന്താ യോസഫിന്റെ ബോധ്യം എന്നറിയാമോ? ആരും എന്നെ കാണുന്നില്ലെങ്കിലും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. കോളേജിൽ നിന്നെ കാണുന്നവർ ആരുമില്ല, ജോലി സ്ഥലത്ത് നിന്നെ കാണുന്നവർ ആരുമില്ല, നീ വാതിലടച്ച മുറിക്കകത്ത് നിന്നെ കാണുന്നവർ ആരുമില്ല, നിന്റെ മൊബൈൽ ഫോൺ നീ യൂസ് ചെയ്യുമ്പോൾ നിന്നെ കാണുന്നവർ ആരുമില്ല, നിന്റെ ലാപ്ടോപ്പ് നീ യൂസ് ചെയ്യുമ്പോൾ നിന്നെ കാണുന്നവർ ആരുമില്ല. ഓ ഹല്ലേലൂയ! ആരും കാണുന്നില്ലെന്ന് നിന്റെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് നീ ഉറപ്പുവരുത്തുമ്പോഴും ഇന്നു രാത്രി ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്ന, എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, ഹൃദയ വിചാരങ്ങളെ പരിശോധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവർത്തിക്ക് തടസ്സമായി വിശുദ്ധിക്കെതിരെ വരുന്ന പോരാട്ടങ്ങളെ ജയിപ്പാൻ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുവേണം ദൈവമേ ഓടാൻ. ആ ഓട്ടം ശരിയായി ഓടിയാലേ വാഗ്ദത്തം പ്രാപിപ്പാനായി കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആത്മാവിലെയും ഹല്ലേലൂയ സകല കന്മഷവും നീക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചോണം. അപ്പം വിശുദ്ധിക്ക് നേരെ വരുന്ന സകല പോരാട്ടങ്ങളെയും ജയിച്ചാലേ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയൂ. ഒരു പ്രാവശ്യം കൂടി ആവർത്തിച്ച് പറയാം. ദൂത് പറഞ്ഞ പ്രവാചകന്റെ കുഴപ്പമല്ല ദൂത് നടക്കാത്തത്, ആലോചന പറഞ്ഞ ദൈവദാസന്റെ കുഴപ്പമല്ല ആലോചന നടക്കാത്തത്,
വചനത്തിന്റെ കുഴപ്പം കൊണ്ടുമല്ല ആലോചന നടക്കാത്തത്. എന്റെ ദൈവം ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വ എന്നാണ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. ദൈവത്തിന് മാറ്റമില്ല, ദൈവത്തിന്റെ വചനത്തിനും മാറ്റമില്ല. എന്നാൽ ഇന്നു രാത്രി വിശുദ്ധിയെ കളഞ്ഞു കുളിച്ചിട്ട്, വിശുദ്ധിയെ നഷ്ടപ്പെടുത്തിയിട്ട്, വിശുദ്ധിയെ ഇല്ലാതെയാക്കിയിട്ട് മനാഥല ഈ രാത്രി ദൈവാത്മാവ് ചിലരോടൊക്കെ സംസാരിക്കുന്നു. വാഗ്ദത്തം നടന്നില്ല, വാഗ്ദത്തം നിവർത്തിച്ചില്ല എന്ന് പരിതപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു, വാഗ്ദത്ത നിവർത്തിക്കു വേണ്ടി വിശുദ്ധിയെ സൂക്ഷിക്കുക. ഞാൻ പറയുന്നത് ലളിതമായ ഭാഷയിലാണ്, നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുഞ്ഞെ, ദൂത് പറഞ്ഞിട്ട് 10 വർഷമായെങ്കിൽ, ദൂത് പറഞ്ഞിട്ട് 5 വർഷമായെങ്കിൽ, ദൂത് പറഞ്ഞിട്ട് ഇന്ന് വരെ നടന്നില്ലെങ്കിൽ, പറഞ്ഞ കാലവും കഴിഞ്ഞു പോയെങ്കിൽ, ഇന്നു രാത്രി ദൈവാത്മാവ് സ്വയപരിശോധന നടത്തുവാൻ പറയുന്നു. നിന്നോട് പറഞ്ഞ ദൂതിന്റെ നിവർത്തിക്ക് തടസ്സമായി വിശുദ്ധിയുടെ അനുഭവത്തിൽ നിന്ന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞുപേക്ഷിക്ക്. യോസഫിനെ പോലെ പാപത്തോട് പോരാടുവാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? എബ്രായ ലേഖനം 12-ാം അധ്യായം പരിശുദ്ധാത്മാവ് അവിടെ ഒരു വചനം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ വചനം എന്നറിയാമോ? പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. എത്ര ദൈവമക്കൾക്ക് ഗൗരവം ഉണ്ടാകുന്നുണ്ട്. പാപത്തിന്റെ ശക്തികൾ നിന്നെ മാടി വിളിക്കുമ്പോൾ, യെരൂശലേം പുത്രിമാർ നിന്നെ മാടി വിളിക്കുമ്പോൾ, വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ നിന്നെ മാടി വിളിക്കുമ്പോൾ, എന്റെ വാഗ്ദത്തത്തിനും എന്റെ നിത്യതയ്ക്കും യേശുക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടുന്നതിനും അത് തടസ്സമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധിയെ സൂക്ഷിപ്പാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? യോസഫിന് ആ വീട്ടിൽ ഒരു കാര്യം മനസ്സിലായി, എന്നെ കാണുന്ന ഒരു കണ്ണുമില്ല, മനുഷ്യരാരും എന്നെ കാണുന്നില്ല, സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്. എങ്കിലും അവൻ ഒരു കണ്ണ് കണ്ടു. ആരുടെ കണ്ണാന്ന് അറിയാമോ? ദൈവത്തിന്റെ കണ്ണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കണ്ണ് ജീവിതയാത്രയിൽ കാണുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നു രാത്രി എത്ര ദൈവമക്കൾക്ക് ഈ വചനം മനസ്സിലാകുന്നുണ്ട്? ദൈവം നിന്നെ കാണുന്നുണ്ട് സഹോദര. ഹല്ലേലൂയ. യോസഫ് ഒരു വചനം പറഞ്ഞു. ആ വചനം പറഞ്ഞു ഞാൻ അവിടെ നിർത്തുന്നു. എന്താ വചനം എന്നറിയാമോ? പൊത്തിഫേർ കണ്ടില്ലെങ്കിലും, പൊത്തിഫേറിന്റെ ആളുകൾ കണ്ടില്ലെങ്കിലും, ആരും അറിഞ്ഞില്ലെങ്കിലും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തോടെ പാപം ചെയ്യത്തില്ല. ജീവിതയാത്രയിൽ ദൈവത്തോട് പാപം ചെയ്യത്തില്ലെന്ന് ഇന്ന് രാത്രി തീരുമാനിച്ച് വാഗ്ദത്തത്തിന്റെ പടിക്കരത്തി നിൽക്കുന്ന നീ വാഗ്ദത്തത്തെ തകർക്കരുത്, ഇല്ലാതെയാക്കരുത്. വാഗ്ദത്തം നിവർത്തിക്കപ്പെടട്ടെ, വിശുദ്ധിയെ തികയ്ക്കൂ. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു. സമയം പരിമിതമായതുകൊണ്ട് വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ്. 2-ാമത് വാക്യം റോമാലേഖനം 4-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ശ്രദ്ധിച്ച് വായിക്കാം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ. അബ്രഹാമിന്റെ ചരിത്രമാണ് പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നത്. റോമാലേഖനം 4-ാം അധ്യായത്തിലെ വിഷയം വിശ്വാസം എന്നുള്ളതാണ്. വിശ്വാസത്തിന് പഴയ നിയമത്തിൽ നിന്നൊരു കഥാപാത്രത്തെ എടുക്കുന്നു. പഴയ നിയമത്തിൽ നിന്ന് എടുക്കാവുന്ന കഥാപാത്രം അബ്രഹാമാണ്. അപ്പൊ വിശ്വാസികളുടെ പിതാവെന്ന് പേരുകൊണ്ട ഈ അനുഗ്രഹീതനായ ദൈവദാസനെ അവതരിപ്പിച്ച് വിശ്വാസം എന്ന വിഷയത്തെയും വാഗ്ദത്തം എങ്ങനെ അവകാശമാക്കാം എന്നുള്ളതിനെയും അവതരിപ്പിക്കുകയാണ്. ആ വാക്യങ്ങൾ നിർത്തി നിർത്തി വായിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ചില പോയിന്റുകൾ പറഞ്ഞ് മുൻപോട്ട് വരാം. ശ്രദ്ധിക്കൂ. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. നമ്പർ 1, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. 2-ാമത്തെ എന്റെ വിഷയം വാഗ്ദത്തം അവകാശമാക്കുവാൻ വിശ്വാസമാണ് അനിവാര്യമായ ഘടകം. 1-ാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, വിശുദ്ധി സൂക്ഷിച്ചോണം വാഗ്ദത്തം ലഭിച്ചവൻ. 2-ാമത്തെ വിഷയം വിശ്വാസം വർദ്ധിപ്പിച്ചോണം വാഗ്ദത്തം ലഭിച്ചവൻ. വിശദീകരിക്കുന്നു, ശ്രദ്ധിച്ചേ. സാഹചര്യമെല്ലാം പ്രതികൂലമാണെന്ന്
അബ്രഹാം ഗ്രഹിച്ചു തന്റെ അറിവിൽ വീണ വാഗ്ദത്തം നടക്കുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം അവൻ മനസ്സിലാക്കി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഒരു ദൂത് വീഴുമ്പോൾ നാം എപ്പോഴും അതിനെ റിലേറ്റ് ചെയ്യുന്നത് സാഹചര്യങ്ങളോടാണ്. സാഹചര്യം അനുകൂലമല്ലെങ്കിൽ വിശ്വസിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് അതൊക്കെ ഒന്ന് നിന്ന് വിശദീകരിക്കണമെന്നുണ്ട്, സമയമില്ല. ശ്രദ്ധിച്ചേ, നമ്മൾ സാഹചര്യങ്ങളിലോട്ട് നോക്കും. ഒരു ദൂത് പറയുമ്പോൾ അതിനുള്ള പണമുണ്ടോ? ഒരു ദൂത് പറയുമ്പോൾ അതിനുള്ള ഹെൽത്ത് ഉണ്ടോ? ഒരു ദൂത് പറയുമ്പോൾ അതിനുള്ള സാഹചര്യമുണ്ടോ? അതിനുള്ള സ്ഥിതിയുണ്ടോ? അങ്ങനെ നമ്മൾ പരിശോധിക്കും. അങ്ങനെ സാഹചര്യങ്ങളെ നോക്കുന്നവനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുകയാണ്, അങ്ങനെ സാഹചര്യങ്ങളെ നോക്കുന്നവന് വിതപ്പാനായിട്ട് കഴിയുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം സാഹചര്യങ്ങളുടെ അപ്പുറം വാഗ്ദത്തം ചെയ്ത ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ദൈവം ഇതിൽ വിശ്വസിക്കണം. ദൂത് കിട്ടിയ നിനക്ക് ദൂത് നിവർത്തിക്കപ്പെടാൻ സാഹചര്യങ്ങൾ പ്രധാനമല്ല. സാഹചര്യങ്ങളുടെ മീതെ പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവമാണ് ദൂത് പറഞ്ഞത്. അതുകൊണ്ട് അബ്രഹാം സാഹചര്യം പരിശോധിച്ച് അറിഞ്ഞിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. നമ്പർ 1, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. നമ്പർ 2, അവിശ്വാസത്തിൽ സംശയിച്ചില്ല. നിങ്ങൾ ഈ വാക്യങ്ങളൊന്ന് വായിച്ചോണം കേട്ടോ. അവിശ്വാസത്തിൽ സംശയിച്ചില്ല. അവിശ്വാസത്തിന്റെ വിത്ത് പിശാചിടുന്നതാണ്. അതാണ് ദൈവവചനത്തിൽ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, സംശയിക്കുന്നവൻ ഒന്നും ദൈവത്തിങ്കൽ നിന്ന് പ്രാപിക്കുന്നില്ല. അപ്പൊ ദൈവിക വാഗ്ദത്തം പ്രാപിക്കുന്നതിന് തടസ്സമാണ് അവിശ്വാസം, സംശയം. ദൈവമക്കൾ മനസ്സിലാക്കണം, തിരമാലയ്ക്ക് സമനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ തിരമാല എന്ന് പറയാമോ? കടലിനെ മനോഹരമാക്കുന്നതും തിരമാലയാണെങ്കിലും ആ കരയെ ദുർഗന്ധപൂരിതമാക്കുന്നതും തിരമാലയാണ്. ഒന്നുകൂടി പറയാം, കടലിനെ മനോഹരമാക്കുന്നത് തിരമാലയാണ്. നമ്മൾ കടൽ കാണാൻ പോകുന്നത് തിര കാണാൻ വേണ്ടിയാണ്. അപ്പൊ തിരമാലയാണ് കടലിനെ മനോഹരമാക്കുന്നത്. എന്നാൽ ആ കരയെ മലീമസമാക്കുന്നതും ആ തിരയാണ്. എത്ര കാലം കഴിഞ്ഞാലും കടലിലേക്ക് മനുഷ്യൻ തള്ളിവിട്ടതെല്ലാം കരയിൽ കൊണ്ടുവന്ന് അതിന്റെ നാറ്റം വമിപ്പിക്കുന്നത് ഈ തിരയാണ്. ദൈവവചനത്തിന്റെ സത്യങ്ങൾ അകത്തു വിതറിയിട്ടും അത് കരയിലേക്ക് തട്ടിക്കയറ്റി അത് വിശ്വാസത്താൽ ഏറ്റെടുക്കാൻ കഴിയാതെ അതിനെ സംശയിപ്പിക്കുന്ന ദുർവ്യാപാര ശക്തികളെ ഇന്നു രാത്രി യേശുവിന്റെ നാമത്തിൽ ഈ യോഗത്തിൽ ഞാൻ ശാസിക്കുന്നു. ദൈവമക്കളുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കട്ടെ. ദൈവം അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിശ്വാസത്തിൽ സംശയിച്ചില്ല. 3, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ഓരോ ദിവസവും ചെല്ലുന്തോറും വിശ്വാസത്തിൽ കുറയരുത്, വിശ്വാസത്തിൽ വർദ്ധിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ട നാളുകളിൽ ഉണ്ടായിരുന്ന അത്രയും വിശ്വാസം ഇപ്പോഴുണ്ടോ? രക്ഷിക്കപ്പെട്ട നാളുകളിൽ ഉണ്ടായിരുന്ന അത്രയും ദൈവാശ്രയം ഇപ്പോഴുണ്ടോ? സ്വയം പരിശോധന നടത്തണം. കുറഞ്ഞു വരിക, കാലം ചെല്ലുന്തോറും കുറഞ്ഞു വരിക. ഉപവാസത്തിന്റെ ടൈം കുറഞ്ഞില്ലേ? പ്രാർത്ഥനയുടെ ടൈം കുറഞ്ഞില്ലേ? ആരാധനയുടെ ടൈം കുറഞ്ഞില്ലേ? ആത്മിക ഉത്സാഹത്തിന്റെ താല്പര്യങ്ങൾ കുറഞ്ഞില്ലേ? ഇന്നു രാത്രി ദൈവാത്മാവ് പറയുന്നു, കാലദൈർഘ്യങ്ങൾ വാഗ്ദത്ത നിവർത്തിക്ക് വരും തോറും ഒന്നുകൂടെ വിശ്വാസത്തിൽ ശക്തിപ്പെട്. ദൈവം വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവമാണ്. ഏറ്റവും ഒടുവിലായി അബ്രഹാം ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിന് മഹത്വം കൊടുത്തു. വാഗ്ദത്തം നടക്കുന്നില്ല, എന്നിട്ടും അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തു. നിങ്ങളുടെ ഈ സാഹചര്യങ്ങളിൽ, ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഈ അവസ്ഥയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും?
ദൂത് വീണ ദൈവവൈതലേ, നീ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. കർത്താവെ, നീ പറഞ്ഞ ദൂതിനായി സ്തോത്രം. 14 വർഷം മുമ്പ് പറഞ്ഞ ദൂതാണ്, 20 വർഷം മുമ്പ് പറഞ്ഞ ദൂതാണ്. ആ ദൂതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന്റെ നിവർത്തിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. ഇന്നു രാത്രി അങ്ങനെ കാത്തിരിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. യോശുവയുടെ അരികില് കാലേബ് ഒരു ദിവസം വന്നു. എന്തിനാ വന്നതെന്നറിയാമോ? വാഗ്ദത്തം കഴിഞ്ഞ ദീർഘവർഷങ്ങൾക്ക് മുൻപ് വീണത്. അവൻ പറയാ, ഹല്ലേലൂയ, ഞാനും നീയും പോയപ്പം മോശ പറഞ്ഞ ആ വാഗ്ദത്തം ഉണ്ടല്ലോ, ഇന്നും ഞാൻ മറന്നിട്ടില്ല. കാലം കഴിഞ്ഞിട്ടും വാഗ്ദത്തം മറക്കാതെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്ന, വിശ്വാസത്തോടെ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കാലേബ് യോശുവയോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ഇന്നു വരെ ജീവനോട് ഇരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ആ വാഗ്ദത്തം എന്റെ മേൽ വീണത് കൊണ്ട്. ഇന്ന് രാത്രി കുഞ്ഞെ, നിന്നോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാതിരിക്കുകയില്ല. വിശ്വസിക്ക്, ദൈവം ആ വാഗ്ദത്തം നിവർത്തിക്കും. നമ്മുടെ ദൈവം വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് 2 വാഗ്ദത്ത നിവർത്തിക്കായി വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. 3 നാം വായിച്ച വാക്യമാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാമത് വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. ശ്രദ്ധിച്ചാട്ടെ, മന്ദതയുള്ളവരാകാതെ. അപ്പൊ വാഗ്ദത്ത നിവർത്തിക്ക് തടസ്സമായ 3ാമത്തെ കാര്യം ആത്മീക മന്ദതയാണ്. വിശ്വാസ ജീവിതത്തിന്റെ ഓരോ ദിവസം ചെല്ലും തോറും നമ്മളങ്ങ് പെർഫെക്റ്റ് ആയെന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകുക. ആത്മീക നിഗളം, വ്യാജഭാവം, ഇല്ലാത്ത പലതും ഉണ്ടെന്നുള്ള ഒരു തോന്നൽ, നാം എല്ലാം തികഞ്ഞവരാണെന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകുന്നു. അതെന്താ ഉണ്ടാക്കുന്നത്? കെയർലെസ് ആണ് ഉണ്ടാക്കുന്നത്. കെയർലെസ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം മനസ്സിലാകാൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുമില്ലേ? നമ്മുടെ കേരളത്തിന്റെ സിസ്റ്റം അനുസരിച്ച് ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, വാർഷിക പരീക്ഷ, അങ്ങനെ 3 പരീക്ഷകളാണുള്ളത്. ഓണപ്പരീക്ഷയ്ക്ക് നല്ല മാർക്കാണ് നമ്മുടെ കുഞ്ഞിന്. കാരണം ക്ലാസ്സിലോട്ട് ചെന്നു, നല്ലതുപോലെ പഠിച്ചു, ആദ്യത്തെ പരീക്ഷയാണ്, പ്രതീക്ഷയോടെ പരീക്ഷ എഴുതി, അവന് നല്ല മാർക്ക് കിട്ടി. ആ നല്ല മാർക്ക് അവന് കിട്ടിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? പിന്നെ പഠിത്തം കുറയും, ഉഴപ്പാൻ തുടങ്ങും. നല്ല മാർക്ക് കിട്ടിയതിന്റെ ഉത്സാഹത്തിൽ ഒരു ചെറിയ അലസത വ്യാപരിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഓണപ്പരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും കൂടുതൽ മാർക്ക് കിട്ടിയ ഈ കുഞ്ഞ് വാർഷിക പരീക്ഷയ്ക്ക് തോറ്റുപോകും. അതാ സംഭവിച്ചു പോകുന്നത്. തുടക്കം ഭയങ്കര സ്പീഡാ, അന്ന് ഭയങ്കര ഉപവാസം, അന്ന് ഭയങ്കര പ്രാർത്ഥന. രോഗം വന്നപ്പോ ഹോസ്പിറ്റലിൽ പോയില്ല, പ്രാർത്ഥിച്ച് സൗഖ്യം മേടിച്ച സഹോദരിയ, വിശ്വാസത്തെ കാര്യങ്ങളെ പ്രാപിച്ചവരാ. പക്ഷെ ഇപ്പം എല്ലാത്തിനും ഒരു മന്ദത, എല്ലാത്തിലും ഒരു അലസത. ആരാധനയ്ക്ക് കാണാനില്ല, ആരെങ്കിലും ഒക്കെ ഫോണിൽ വിളിക്കണം, പ്രാർത്ഥന തുടങ്ങി ബ്രദറെ, കാണുന്നില്ലല്ലോ. ഓൺലൈനിൽ ഞങ്ങൾ നോക്കിയിട്ട് ബ്രദറിനെ കാണുന്നില്ലല്ലോ, വിളിക്കണം. ഓൺലൈനിൽ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ പല ദൈവദാസന്മാരും ദൈവമക്കളെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? യോഗത്തിന് വരാൻ. അങ്ങനെ ഉത്സാഹിപ്പിക്കേണ്ട ഒരു കാലം വന്നു. കുഞ്ഞെ, ഞാൻ നിങ്ങളോട് ദൈവാത്മാവിൽ ഒരു ദൂത് പറയാം. ആത്മീക മന്ദത എന്താണെന്നറിയാമോ? പിശാചിന്റെ ഒരു കളിത്തട്ടാണ്. നീ അലസനാകുമ്പോൾ വാഗ്ദത്തം അകന്നു പോകുമെന്ന് പിശാചിനറിയാം. നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു വാക്യമുണ്ട്, ഇതല്ലേ എബ്രായ ലേഖനത്തിലെ വാക്യമാണ്. ആ വാക്യം എന്താണെന്നറിയാമോ? സഹോദരന്മാരെ, നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. നമുക്കറിയാവുന്ന വചനാണല്ലോ, ഇല്ലേ? നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. നമ്മൾ സഭായോഗം എന്ന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഞായറാഴ്ച നടക്കുന്ന ഒരു യോഗത്തിനാണ്. നിങ്ങൾ അവിടെ വെള്ളിയാഴ്ച നടക്കുന്ന ഒരു കൂട്ടായ്മയ്ക്കാണ് സഭായോഗം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അർത്ഥാൽ ആ മലയാള വാചകത്തിന്റെ അർത്ഥം സഭ ഒരുമിച്ച് കൂടുന്ന എല്ലാ യോഗങ്ങളും സഭയുടെ യോഗങ്ങളാണ്. അത് സഭായോഗങ്ങളാണ്. അവിടെ പറയാൻ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം.
ആ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്, ഉപേക്ഷയായി വിചാരിക്കരുത്. അപ്പൊ സഭായോഗം കെയർലെസ് ആയിട്ട് കാണരുത്. ഒരാത്മീക കൂട്ടായ്മയെ, മനസ്സിലാകുന്നുണ്ടോ? ലളിതമാണ്. ഒരാത്മീക കൂട്ടായ്മയെ നിസ്സാരമായി കാണരുത്. സമയം ഉണ്ടെങ്കിൽ പോകാം, ഡ്യൂട്ടി ഇല്ലെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ പങ്കെടുക്കാം, പറ്റുമെങ്കിൽ പങ്കെടുക്കാം, കഴിവെങ്കിലാകാം. അങ്ങനെ നിന്റെ കഴിവെങ്കിൽ എന്നുള്ളത് ഇതിന് ബാധകമല്ല. ഇനിയും പറയുകയാണ്, നാൾ സമീപിക്കുന്നു എന്ന്. ചിലരാ വചനം ആദരം കൊണ്ട് പറയുന്നത് ആത്മാവ് എനിക്ക് ബോധ്യം തരുന്നത് കൊണ്ട് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് ചേർന്ന് ഒരു പ്രാവശ്യം കൂടി പറയുന്നു. നാൾ സമീപിച്ചു എന്ന് മനസ്സിലാക്കും തോറും സഭായോഗം കുറയ്ക്കുകയല്ല വേണ്ടിയത്, അതിന്റെ എണ്ണം ദൈവമക്കൾ കൂട്ടിക്കൊണ്ടിരിക്കണം. ആത്മീക മന്ദതയല്ല ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടത്, ആത്മീക ഉത്സാഹമാണ് ഉണ്ടാകേണ്ടത്. കാരണം ഞാൻ വാഗ്ദത്തത്തിന്റെ പടിക്കലത്ത് നിൽക്കുകയോ. എന്റെ വാഗ്ദത്തത്തെ തടയുന്ന വിശുദ്ധിക്കെതിരെയുള്ള പോരാട്ടത്തെ, എന്റെ വിശ്വാസത്തെ തകർക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ, എന്റെ ആത്മീക ഉത്സാഹത്തെ തടയുന്ന ആത്മീക മന്ദതയെ ഈ രാത്രി എത്ര ദൈവമക്കൾക്ക് തിരിച്ചറിയാൻ കഴിയും? 2020 മന്ദത അനുഭവിക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം നല്ല സമയമായിരുന്നു. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വളരെ വേദനിച്ച ഒരു കാര്യം പറയാം. ബേക്കറിയിൽ, ഹോട്ടലിൽ, മാർക്കറ്റിൽ, മാളിൽ, കല്യാണത്തിന്, മരണത്തിന്, മറ്റു ഫംഗ്ഷന് എല്ലാ ആളുകൾ പോകുന്നുണ്ട്. ഈ ആളുകളെ നമ്മൾ ചെന്നിട്ട് ബ്രദറെ പ്രാർത്ഥനയ്ക്ക് വരണേ എന്ന് പറയുമ്പോഴത്തേന് പാസ്റ്ററെ കൊറോണ. അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? രോഗം പടരുന്ന ഏക സ്ഥലം സഭാഹോളാണ്. മനസ്സിലായോ? രോഗം പകരുന്ന ഏക സ്ഥലം സഭാഹോളാണ്. യോഗത്തിന് വിളിക്കുമ്പോഴാണ് കൊറോണ, അതുവരെ ഇല്ലാത്ത കാര്യമാണ്. COVID-19 യോഗത്തിന് വിളിക്കുമ്പോഴാ. കുഞ്ഞേ, നീ മന്നിച്ചിരുന്നു, യോഗത്തിന് വരാതിരുന്നു, അലസത കാണിച്ചുകൊണ്ടിരുന്നു. പിശാചിനറിയാം നീ മടി പിടിച്ചാൽ ഈ വാഗ്ദത്തത്തെ തടയാൻ അവന് പറ്റുമെന്ന് അവനറിയാം. നിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടാൽ ഈ വാഗ്ദത്തത്തിൽ നിന്ന് നിന്നെ അകച്ചു നിർത്താൻ കഴിയുമെന്ന് അവനറിയാം. നീ വിശ്വാസത്തിൽ ക്ഷീണിച്ചാൽ ഈ വാഗ്ദത്തം നിനക്ക് കിട്ടാതെ പോകുമെന്ന് അവനറിയാം. തകർക്കാൻ അവൻ ശ്രമിക്കുന്നു. ഈ രാത്രി എത്ര ദൈവമക്കൾ തിരിച്ചറിയുന്നു? അയ്യോ, എന്റെ സമയം തീരാൻ പോകുന്നു, ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഇനി നിങ്ങൾക്ക് വേണ്ട അടുത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 36-ാമത് വാക്യം ശ്രദ്ധിച്ചു വായിക്കണം. ആ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ എന്നോട് ചേർന്ന് പറയാവുന്ന ദൈവമക്കളെന്ന് പറഞ്ഞേ. വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. സഹിഷ്ണുത എന്നുള്ള മലയാള വാക്കിന്റെ അർത്ഥം താഴ്മയോടും വിനയത്തോടും ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുക എന്നുള്ളതാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. ദൈവത്തിന്റെ സമയത്തിനായി താഴ്മയോടും വിനയത്തോടും കൂടെ കാത്തിരിക്കുന്നതാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്, സഹനം എന്ന് പറയുന്നത്. കാത്തിരിക്കാൻ മനസ്സില്ല. ആർക്കാ കാത്തിരിക്കാൻ മനസ്സ്? എല്ലാവർക്കും സ്പീഡാ. ലോകം മുഴുവൻ സ്പീഡാ, ഇല്ലേ? നമ്മളിപ്പം നടന്നു വന്ന ഒരു ലോകത്തിൽ നിന്ന് കാളവണ്ടി യുഗത്തിലേക്ക് വന്നു, കാളവണ്ടി യുഗത്തിൽ നിന്ന് സൈക്കിൾ യുഗത്തിലേക്ക് വന്നു, സൈക്കിളിൽ നിന്ന് യന്ത്രത്തിലേക്ക് വന്നു, യന്ത്രത്തിൽ നിന്ന് റോക്കറ്റ് യുഗത്തിലേക്കൊക്കെ ഇപ്പൊ നമ്മൾ വന്നു നിൽക്കുക. സ്പീഡ് കൂടി വരിക. മനുഷ്യന്റെ ജീവിതവും സ്പീഡ് കൂടി, എല്ലാം സ്പീഡാ. മനുഷ്യന് ഒന്നിനു കാത്തിരിക്കാൻ താല്പര്യമില്ല, ഇല്ലേ? എല്ലായിടത്തും ബോർഡ് എന്താണെന്ന് അറിയാമോ? ഫാസ്റ്റ് ഫുഡ് എന്ന. ഹോട്ടലിലേക്ക് ബോർഡ് ഫാസ്റ്റ് ഫുഡ് എന്ന. 24 മണിക്കൂർ കഴിഞ്ഞേ കിട്ടത്തുള്ളെങ്കിലും ബോർഡ് ഫാസ്റ്റ് എന്ന് കണ്ടാലേ നമ്മൾ കയറുള്ളൂ. അതാ അതിന്റെ പ്രശ്നം. നമുക്ക് ഫാസ്റ്റാ.
പണ്ട് നമ്മുടെ ഒരു തെങ്ങ് കുഴിച്ചു വെച്ചാൽ, ഒരു തെങ്ങ് കുഴിച്ചു വെച്ചാൽ, അതിന്റെ തൈ കുഴിച്ചു വെച്ചാൽ തേങ്ങ കിട്ടണമെങ്കിൽ എത്ര കാലം കാത്തിരിക്കണം? ഇപ്പം 2.5 വർഷം 1.5 വർഷം കഴിയുമ്പോൾ കായ്ക്കുന്ന തെങ്ങുണ്ട്. അപ്പൊ അതിന്റെ പുറകെയാ മനുഷ്യൻ പോകുന്നേ. പണ്ട് ഒരു വാഴ വെച്ചിട്ട് കൊല വെട്ടണമെങ്കിൽ എത്ര നാൾ കാത്തിരിക്കണം? ഇപ്പൊ 3 മാസവും 4 മാസത്തിന്റെ ഉള്ളിലും വാഴപ്പഴം കഴിക്കാവുന്ന വാഴക്കുലകൾ ഉണ്ടാകുന്ന വാഴച്ചെടി കിട്ടും. മനുഷ്യന് സ്പീഡാ വേണ്ടിയത്. ഇൻസ്റ്റന്റിന്റെ ഒരു ലോകത്താ മനുഷ്യൻ ജീവിക്കുന്നത്. കൃഷിക്കാരൻ കൃഷിക്ക് വേണ്ടി അതിന്റെ ഫലത്തിനായി കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. ലോക സ്പീഡിൽ, മനുഷ്യൻ സ്പീഡിൽ, ആത്മീകരും ഇപ്പോൾ സ്പീഡിലാണ്. ഇന്ന് പ്രാർത്ഥിച്ചു, നാളെ കിട്ടണം. ഇന്ന് പ്രാർത്ഥിച്ചു, നാളെ കിട്ടണം. ഇന്ന് ദൂത് കേട്ടു, നാളെ അതിന്റെ നിവർത്തി കാണണം. നോ കുഞ്ഞേ, അബ്രഹാം ദൂത് കേട്ടിട്ട് 25 വർഷം കഴിഞ്ഞിട്ടാ ദൂത് പ്രാപിച്ചേ. കാലേബ് ദൂത് കേട്ടിട്ട് 45 വർഷം കഴിഞ്ഞ ദൂത് പ്രാപിച്ചേ. യോസഫ് 17 വയസ്സിന് മുമ്പാണ് സ്വപ്നം കണ്ടത്. ഹല്ലേലൂയ. ദൂത് പ്രാപിച്ചത് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്. കുഞ്ഞേ, വാഗ്ദത്തത്തിനും വാഗ്ദത്തത്തിന്റെ നിവർത്തിയുടെ ഇടയിൽ ഒരു കാലമുണ്ട്. ആ കാലം വെപ്രാളപ്പെടാതെ, ധൃതി കാണിക്കാതെ കാത്തിരിക്കാൻ എത്ര ദൈവമക്കൾക്ക് തയ്യാറുണ്ട്. അവര് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഞാനൊരു കൊച്ചുദാഹരണം കൂടി പറഞ്ഞ് ഇന്ന് രാത്രിയിലെ ദൈവവചന ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. ഒരു കൊച്ചൻ ഒരു വണ്ടി മേടിക്കുന്നതിന് വേണ്ടി വീട്ടിൽ കിടന്ന് താല്പര്യം അപ്പനോട് പറഞ്ഞു. അപ്പനപ്പം അവന്റെ പ്രായവും ഒക്കെ പരിഗണിച്ചിട്ട് കാശൊക്കെയുള്ള അപ്പനാണ്. അപ്പം മോനോട് പറഞ്ഞു, മോനെ, ഞാൻ നിനക്ക് സമയമാകുമ്പം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. 2 വീലറാണ് അവൻ ചോദിച്ചത്. അവന് പ്രായം 16 ഉള്ളൂ. അപ്പൊ അപ്പൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, അവന് പ്രായമാകട്ടെ, പ്രായമാകുമ്പം മേടിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പൻ അവനോട് കൃത്യമായി പറഞ്ഞു, മോനെ, ഞാൻ നിനക്ക് മേടിച്ചു തരാം എന്ന് പറഞ്ഞു. പക്ഷെ അവൻ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടും അപ്പന് വണ്ടി മേടിക്കുന്നതിനുള്ള ഒരു കാര്യവും ചെയ്യാത്തത് കൊണ്ട് വീണ്ടും അപ്പനോട് പറഞ്ഞു, അപ്പാ എനിക്ക് വണ്ടി എടാ ഞാൻ മേടിച്ചു തരാടാ. അപ്പം പിന്നെയും പറഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞു, പിന്നെ അപ്പനൊന്നും ലക്ഷണം കാണിക്കുന്നില്ല. അപ്പൊ അവൻ പിന്നെയും ചോദിച്ചു, വണ്ടി. അപ്പൊ അപ്പൻ പറഞ്ഞു, ഞാനല്ലേ നിന്നോട് പറഞ്ഞു മേടിച്ചു തരാമെന്ന്, മേടിച്ചു തരാവടാ. പിന്നെയും കുറച്ചു ദിവസം കഴിഞ്ഞപ്പം മകൻ ചോദിച്ചു, വണ്ടി എന്ന് കൂടെ മകൻ ചോദിച്ചത് ഇഷ്ടപ്പെടാത്ത അപ്പം പറഞ്ഞു, ഞാൻ നിനക്ക് മേടിച്ചു തരണമെന്നാ വിചാരിച്ചത്, ഇനി ഞാൻ നിനക്ക് മേടിച്ചു തരുന്നില്ലടാ. മനസ്സിലായവർക്കായിട്ട് സ്തോത്രം. ഈ ദൂതും ആവശ്യമുള്ളവർ ഈ ലൈവിലുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കരം വെക്കാനൊന്നും പറ്റിയ സ്ഥിതിയിലല്ലെങ്കിലും ദൂത് മനസ്സിലാകുന്നുണ്ടോ? കുഞ്ഞെ, വെപ്രാളപ്പെടണ്ട. അപ്പൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പന് യുക്തമായ സമയം അറിയാം. നിനക്ക് 18 മേടിച്ചു തന്ന് നീ വണ്ടിയും കൊണ്ട് പോയിട്ട് എന്തേലും ഒരു ചെറിയ പ്രയാസം ഉണ്ടായാൽ ഊരാക്കുടുക്കിലാകുന്നത് അപ്പനാണെന്ന് അപ്പൻ അറിയാവുന്നത് കൊണ്ട് അപ്പന് വാഗ്ദത്തം പറഞ്ഞെങ്കിലും ആ വാഗ്ദത്തം നിവർത്തിക്കേണ്ടിയ കൃത്യമായ കാലവും കൃത്യമായ സമയവും കൃത്യമായ പ്രായവും കൃത്യമായ കാര്യവും അവൻ ദൂത് പറയുന്നതിന് മുൻപേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വെപ്രാളപ്പെടേണ്ട കേട്ടോ, തത്രപ്പെടേണ്ട കേട്ടോ, ക്ഷീണിക്കേണ്ട കേട്ടോ. നീ കാത്തിരിക്കേ. എങ്ങനെ കാത്തിരിക്കണം? ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി നിങ്ങൾ തീരും. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. എത്രയോ ക്രിസ്തീയ ജീവിത യാത്രയിൽ ദൂത് വീണതാണ്. ഉപവാസ പ്രാർത്ഥനയിൽ ദൂത് വീണില്ലേ? ഓ ഹല്ലേലൂയ. ആലോചന പലത് കേട്ടില്ലേ? പല വാഗ്ദത്തങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞില്ലേ? വീട് തരാമെന്ന് പറഞ്ഞില്ലേ? ജോലി തരാമെന്ന് പറഞ്ഞില്ലേ? ഉയർച്ചയും വളർച്ചയും ദൈവം നിങ്ങളോട് വാഗ്ദത്തം ചെയ്തില്ലേ? ആ വാഗ്ദത്തങ്ങളുടെ നിവർത്തി കാലങ്ങളായിട്ട് തടയപ്പെടുന്നത് കണ്ട് കരഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ള ദൂതിലെ 4 സന്ദേശങ്ങൾ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക. 1,
വിശുദ്ധിക്കു നേരെ പോരാട്ടം വരുന്നെങ്കിൽ ശ്രദ്ധിച്ചോണം, വാഗ്ദത്തമുള്ളത് കൊണ്ടാണ്. വിശ്വാസത്തിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകുന്നെങ്കിൽ വാഗ്ദത്തം നിവർത്തിക്കപ്പെടാതിരിക്കാൻ പിശാച് ഒരുക്കുന്ന കുരുക്കാണ്. നിങ്ങൾ ആത്മീക വിഷയങ്ങളിൽ പണ്ടത്തെ പോലെ ഒരു താല്പര്യം നിങ്ങൾക്കില്ലാതെ നിങ്ങൾ മന്ദതയുള്ളവരാകുന്നെങ്കിൽ അത് നിങ്ങളുടെ വാഗ്ദത്ത നിവർത്തിക്ക് തടസ്സമാണ്. കുഞ്ഞേ, നിങ്ങൾക്ക് കാത്തിരിക്കാൻ മനസ്സില്ലാതെ നിങ്ങൾ ദൈവസന്നിധിയിലെ ദൈവത്തോട് പിറുപിറുക്കുകയും ധൃതി കാണിക്കുകയും ആ ദൈവസന്നിധിയിൽ വെപ്രാളപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, കാത്തിരിക്കാൻ മനസ്സില്ലാതെ നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഇറിറ്റേഷൻ കാണിക്കുന്നെങ്കിൽ നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ തടയപ്പെടാൻ സാധ്യതയുണ്ട്. ദൈവത്തിന്റെ സമയത്തിനായി നമുക്ക് കാത്തിരിക്കാം. വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവഭയത്തിൽ നമുക്ക് വിശുദ്ധിയെ തികയ്ക്കാം. ആത്മീക വിഷയങ്ങളിൽ ഉത്സാഹമുള്ളവരായി തീരാം. എന്റെ പ്രിയ ദൈവമക്കളെ, 2020 ചിലപ്പോൾ പ്രതിസന്ധിയുള്ളതായിരിക്കാം 2021. വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുന്ന ആളുകൾക്ക് നിശ്ചയമായും അറിയാൻ കഴിയുന്ന ഒരു കാര്യം, കാലം ഇനി മുൻപോട്ട് പോകും തോറും പ്രതിസന്ധികൾ കുറയുകയല്ല, പ്രതിസന്ധികൾ കൂടുകയാണ്. ഏത് വൈതരണികൾ മുൻപിൽ വന്നാലും അതിനെ തരണം ചെയ്യുവാൻ കൃപ തരുന്ന ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. പ്രാർത്ഥിപ്പാൻ കൃപ തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. വാഗ്ദത്തം നിവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും, സ്ഥിതി എത്ര വഷളായാലും, ദൂത് പറഞ്ഞത് ദൈവമാണെങ്കിൽ, വാഗ്ദത്തം നൽകിയത് ദൈവമാണെങ്കിൽ, എന്റെ ദൈവം ആ വാഗ്ദത്തം നിവർത്തിക്കും. തടയപ്പെടാതിരിക്കാൻ സൂക്ഷിക്കാം. നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാം. ആത്മീക വിഷയങ്ങളിൽ ഗൗരവമുള്ളവരാകാം. ജീവിതത്തെ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കാം. നിങ്ങളെ ഈ വചനങ്ങൾ കൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തിൽ വർധനവുള്ളവരായി, വിശുദ്ധിയെ സൂക്ഷിക്കുന്നവരായി, ആത്മീക തീഷ്ണതയുള്ളവരായി ദൈവസന്നിധിയിൽ സഹിഷ്ണുതയോടെ ക്രിസ്തീയ ജീവിതം ജയകരമായി നയിപ്പാൻ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് നിങ്ങളോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും, ക്രിസ്തീയ ശുശ്രൂഷയിൽ ഞങ്ങൾ ദൈവത്തിന് പ്രസാദകരമായി ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ടും, നിങ്ങളുടെ ഈ വെർച്വൽ മീറ്റിംഗിൽ ഒരു യോഗത്തിൽ സംസാരിപ്പാൻ അവസരം നൽകിയതിന് നിങ്ങളോട് എന്റെ എല്ലാ ഹൃദയംഗമായ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് വാഗ്ദത്തങ്ങളെ നമുക്ക് അവകാശമാക്കാം. കാലം എത്ര കഴിഞ്ഞാലും വാഗ്ദത്തം ചെയ്തവൻ ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം മരിക്കാത്തിടത്തോളം കാലം എന്റെ മേൽ വീണ വാഗ്ദത്തങ്ങൾ മരിക്കുന്നില്ല എന്നറിഞ്ഞുകൊണ്ട്, ദൈവം ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുന്നതിനാൽ എന്റെ വാഗ്ദത്തങ്ങളും ജീവിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടെ അതിനെ അവകാശമാക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ വിശ്വാസത്തിലും വിശുദ്ധിയിലും ആത്മീക തീഷ്ണതയിലും സഹിഷ്ണുതയിലും സൂക്ഷിക്കാം. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.